ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സമയം ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ലോകപ്രശസ്തനായ ടോണി റോബിൻസ് ഉണ്ടാക്കിയ ഒരു കിടിലൻ പ്രൊഡക്ടിവിറ്റി സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് റാപ്പിഡ് പ്ലാനിംഗ് മെത്തേഡ് അഥവാ RPM. ഒന്ന് ആലോചിച്ചു നോക്കിയേ, രാവിലെ മുതൽ രാത്രി വരെ ഒരേ ഓട്ടമായിരുന്നു അല്ലേ? ഒന്നിനു പുറകെ ഒന്നായി എന്തൊക്കെയോ ജോലികൾ ചെയ്തു തീർത്തു. പക്ഷേ ദിവസം കഴിയുമ്പോൾ ശരിക്കും പ്രധാനപ്പെട്ടതൊന്നും നടന്നില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ തിരക്കിലായിരുന്നോ അതോ ശരിക്കും പ്രൊഡക്റ്റീവായിരുന്നോ? ഈ അവസ്ഥയ്ക്കൊരു പേരുണ്ട്, ടു ഡു ലിസ്റ്റ് ട്രെഡ്മിൽ. സംഭവം എന്താണെന്ന് വെച്ചാല് നമ്മൾ ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെയാണ്. നിർത്താതെ ഓടുന്നുണ്ട്, നന്നായി വിയർക്കുന്നുണ്ട്, പക്ഷെ അവസാനം നോക്കുമ്പോൾ തുടങ്ങിയയിടത്ത് തന്നെ നിൽക്കുകയാണ്. ഒരിഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല. നമ്മുടെ ലിസ്റ്റിലെ ഓരോ ചെറിയ കാര്യം ടിക്ക് ചെയ്യുമ്പോഴും ഒരു ചെറിയ സന്തോഷം കിട്ടുമല്ലേ? അത് കഴിഞ്ഞു എന്നൊരു ഫീൽ. പക്ഷെ ശരിക്കും ആലോചിച്ചു നോക്കൂ, ഈ ചെറിയ വിജയങ്ങളൊക്കെ നമ്മളെ നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ? മിക്കപ്പോഴും ഇല്ല. സത്യത്തിൽ ഇതൊരു കെണിയാണ്. ഈ കുഞ്ഞു കുഞ്ഞു ജോലികൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിക്കളയും. അപ്പോ ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും? അവിടെയാണ് റാപ്പിഡ് പ്ലാനിംഗ് മെത്തേഡ് അഥവാ RPM നമ്മളെ സഹായിക്കാൻ വരുന്നത്. ഇത് നമ്മുടെ ചിന്താ രീതിയെ അങ്ങ് മാറ്റിമറിക്കും. വെറുതെ ചെയ്യാനുള്ള ജോലികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ശരിക്കും എന്താണ് നേടേണ്ടത്, ആ ഫലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാൻ RPM നമ്മളെ പഠിപ്പിക്കും. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്ക് ഉദാഹരണങ്ങളൊന്ന് നോക്കാം. ബോബിനെ വിളിക്കുക. ഇതൊരു ടാസ്കാണ്, ഒരു ജോലിയാണ്. പക്ഷെ എന്തിനാ വിളിക്കുന്നത്? മൂന്നാം പാദത്തിലെ പാർട്ട്ണർഷിപ്പ് ഉറപ്പിക്കാൻ. കണ്ടോ ആ വ്യത്യാസം? രണ്ടാമത്തേത് കേൾക്കുമ്പോൾ തന്നെ എന്ത് ക്ലാരിറ്റി അല്ലേ? ഇതാണ് RPMന്റെ ഒരു മാജിക്. അതുകൊണ്ട് ഒന്നോർക്കുക, RPM എന്ന് പറയുന്നത് വേറൊരു തരം ടു ഡു ലിസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. മറിച്ച് നമുക്ക് വേണ്ട റിസൾട്ട്സ് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയാനും അതിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താനുള്ള ഒരു വഴികാട്ടിയാണ്, ഒരു മൈൻഡ് സെറ്റാണ്. അപ്പോ എങ്ങനെയാണ് ഈ സിസ്റ്റം ഇത്ര പവർഫുൾ ആകുന്നത്? ഇതിനു പിന്നിൽ ശക്തമായ 3 തത്വങ്ങളുണ്ട്. RPMന്റെ ആണിക്കല്ല് എന്ന് തന്നെ പറയാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണതെന്ന്. അതെ, വെറും 3 കാര്യങ്ങൾ. ഈ 3 ഐഡിയകളാണ് RPMനെ ഇത്രയധികം എഫക്റ്റീവാക്കുന്നത്. ഒന്നാമത്തേത്, എപ്പോഴും റിസൾട്ടിൽ നിന്ന് തുടങ്ങുക. എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്ത് നേടണം എന്ന് ആദ്യം തീരുമാനിക്കുക. ഉദാഹരണത്തിന്, ഒരു റിപ്പോർട്ട് എഴുതണം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ റിപ്പോർട്ട് വഴി ഫണ്ടിംഗ് ഉറപ്പാക്കണം എന്ന റിസൾട്ട് മനസ്സിൽ വെക്കുക. അപ്പോ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ലക്ഷ്യമുണ്ടാകും. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളുടെ എന്തിന് എന്ന ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ലക്ഷ്യത്തിനു പിന്നിലും നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന ശക്തമായ ഒരു കാരണം വേണം. എന്തിനാണ് നിങ്ങൾക്കത് നേടേണ്ടത്? ആ കാരണം ഒരു തീ പോലെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നാൽ പിന്നെ മുന്നിലുള്ള തടസ്സങ്ങളൊന്നും ഒരു വിഷയമേ അല്ല. മൂന്നാമത്തേത്, ഒരു മാസീവ് ആക്ഷൻ പ്ലാൻ. അതായത് നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറിയ, ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായി വിഭജിക്കുക. ഒരു വലിയ മല കയറണം എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നാമല്ലേ? പക്ഷെ അതിനെ ചെറിയ ചെറിയ ചുവടുകളാക്കി മാറ്റിയാലോ? അതുപോലെയാണ് ഇതും. ഓരോ സ്റ്റെപ്പും വ്യക്തമാക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്. ഓക്കെ, അപ്പൊ നമ്മള് RPMന്റെ തിയറിയൊക്കെ മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം, അല്ലേ? നമുക്കതിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്വന്തം RPM പ്ലാൻ ഉണ്ടാക്കാൻ ഈ 6 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. 1. ക്യാപ്ചർ. മനസ്സിലുള്ള എല്ലാം, ജോലികൾ, ഐഡിയകൾ, സ്വപ്നങ്ങൾ എല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതിയിടുക. 2. ഡിഫൈൻ യുവർ വൈ. ഓരോ കാര്യത്തിനും പിന്നിലുള്ള നിങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. 3. ഓർഗനൈസ് ചെയ്യുക. എഴുതിയിട്ട കാര്യങ്ങളിൽ നിന്ന് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം ഏറ്റവും പ്രധാനപ്പെട്ട 3-5 റിസൾട്ടുകൾ തിരഞ്ഞെടുക്കുക. 4. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഈ തിരഞ്ഞെടുത്ത ഓരോ റിസൾട്ടിലേക്കും എത്താനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴികൾ പ്ലാൻ ചെയ്യുക. 5. ഷെഡ്യൂൾ ചെയ്യുക. വെറുതെ പ്ലാൻ ചെയ്താൽ പോരല്ലോ, അത് എപ്പോ ചെയ്യുമെന്ന് നിങ്ങളുടെ കാലണ്ടറിൽ മാർക്ക് ചെയ്യുക. പിന്നെ അവസാനമായി 6ാമത്തെ സ്റ്റെപ്പ്, പ്രവർത്തിക്കുക, പിന്നെ ആഘോഷിക്കുക. പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഇടയ്ക്ക് പുരോഗതി നോക്കുക, പിന്നെ ചെറിയ വിജയങ്ങൾ പോലും അടിച്ചുപൊളിക്കാൻ മറക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താണ് ഗുണം? RPM നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാത്രമാണ് കൊണ്ടുവരുന്നത്? ഇത് വെറുതെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി മാത്രം കൂട്ടുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചറാണ്. എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷനൊക്കെ മാറി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഐഡിയ കിട്ടും. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എനർജിയും മോട്ടിവേഷനും ഉണ്ടാകും. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ
സ്വാഭാവികമായും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, സ്ട്രെസ് കുറയും, ശരിയല്ലേ? ഈയൊരു വാചകം ശരിക്കും RPMന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് പറയുന്നത് RPM എന്നത് ഒരു സാധാരണ ടൈം മാനേജ്മെന്റ് സിസ്റ്റം അല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾക്കും ചേർന്ന ഒരു ജീവിതം സ്വയം ഡിസൈൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തെ, അത് നിങ്ങളുടെ ബിസിനസ് ആകാം, കരിയർ ആകാം, വ്യക്തിജീവിതമാകാം, അതിന് മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ആ ഒരൊറ്റ റിസൾട്ട്, ആ ഒരൊറ്റ ഫലം എന്തായിരിക്കും? ആ ഒരൊറ്റ ഫലത്തിൽ നിന്ന് നിങ്ങളുടെ RPM യാത്ര ഇന്ന് തന്നെ തുടങ്ങിക്കൂടെ?